പ്രാർത്ഥനയോടെ ദൈവത്തിനു മുൻപിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന തിരുവചനങ്ങളെ സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. ദൈവവചനത്തിൽ നിന്ന് ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, നിരന്തരം ആത്മശക്തി പ്രാപിക്കുക. നിരന്തരം ആത്മാവിൻ്റെ ശക്തി പ്രാപിക്കുക. നമ്മെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയാണിത്. ഒരിക്കൽ മാത്രം നമ്മൾ ഈ ശക്തി അനുഭവിക്കുന്നവരായി മാറരുത്. ദിനംതോറും ഈ ശക്തി അനുഭവിച്ച്, ഈ ശക്തിയിൽ ജീവിച്ച്, ഈ ശക്തിയെ വെളിപ്പെടുത്തുവാനായി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മളായിരിക്കുന്ന നാളുകൾ പരിശുദ്ധാത്മാവിൻ്റെ നാളുകളാണ്. എൻ്റെ സഹോദരങ്ങളെ, തന്നെ സ്നേഹിക്കുന്ന, തന്നെ ആശ്രയിക്കുന്ന ജീവിതങ്ങളിലേക്ക് തൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് പകർന്നു നൽകുന്ന കൃപയുടെ സമയം. ഒപ്പം നമുക്കറിയാം, പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന തലമുറയിലാണ് നമ്മളായിരിക്കുന്നത്. ലൈംഗിക രാജകത്വങ്ങളും പാപമ്ലേച്ഛതയുടെ വർധനവും ലൗകികവും ജഡീകവുമായ എല്ലാവിധത്തിലുള്ള സുഖലോലുപതകളും സകലവിധ അക്രമങ്ങളും അനീതികളും നടമാടുന്ന ഈ ഒരു കാലയളവിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവും നടത്തിപ്പും ശക്തിയുമില്ലാതെ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. നമ്മുടെ ജീവിതം കർത്താവിനായി പ്രയോജനപ്പെടണമെങ്കിൽ, നമ്മുടെ കുടുംബം ദൈവാനുഗ്രഹത്തിൻ്റെ കുടുംബമായി മാറണമെങ്കിൽ, നമ്മുടെ സഭ കർത്താവിൻ്റെ മണവാട്ടിയായി ലോകത്തിൽ പ്രശോഭ്യതയാകണമെങ്കിൽ പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ നിറവ് നമുക്കെല്ലാവർക്കും കൂടിയേ തീരും. പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ഒരു സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് വയ്ക്കുവാൻ സാധിക്കുകയില്ല. മുന്നോട്ട് വെച്ചാൽ ഉറപ്പ് നമ്മൾ വീണുപോകും. എൻ്റെ സഹോദരങ്ങളെ, അത്രമാത്രം തിന്മ പ്രബലപ്പെട്ടിരിക്കുന്ന തലമുറയിലാണ് നമ്മളായിരിക്കുന്നത്. ഈ കാലഘട്ടത്തെ നോക്കി പ്രവചനാത്മാവിൽ വിശുദ്ധ പൗലോസ് സഭയെ പഠിപ്പിച്ചു. എഫെസസ് സഭയ്ക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വചനത്തിൽ, അവസാനമായ കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും നിങ്ങൾ കരുത്തുള്ളവരാകുക. നിങ്ങൾ ആത്മശക്തിയുള്ളവരാകുക. ആത്മാവിൻ്റെ ശക്തി അനുഭവിച്ച് ജീവിക്കുക. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിച്ച് ജീവിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നിങ്ങൾ കരുത്തു പ്രാപിക്കുക. കർത്താവിലും അവിടുത്തെ ശക്തിയിലും പരിശുദ്ധാത്മാവിലും. പ്രിയ ദൈവജനമേ, നമ്മൾ കരുത്തുള്ളവരാകുവാൻ സ്വർഗം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇന്നേ ദിനത്തിൽ ആത്മാവ് നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? ആത്മനിറവിൽ, ആത്മനടത്തിപ്പിൽ, ആത്മാവിൻ്റെ ശക്തിയോടെ ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യതയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മൾ അറിയിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുക. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വചനത്തിൽ നമ്മൾ കാണുന്നു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. എൻ്റെ സഹോദരങ്ങൾ, ഈ വചനത്തിൽ എന്താണ് നമുക്കുള്ള മെസ്സേജ്? യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, ആത്മനിറവുള്ളവനായി, ആത്മാവിൽ നിറഞ്ഞ് ജോർദാനിൽ നിന്ന് മടങ്ങി. ഇവിടെ നമുക്കുള്ള സന്ദേശം എന്താണ്? നമ്മളിന്ന് അസ്വസ്ഥരും അസംതൃപ്തരും
പരാതിക്കാരും നിരാശിതരും നിസ്സാര കാര്യങ്ങളെ പ്രതി സങ്കടപ്പെടുന്നവർ ഒത്തിരി മുറിവേറ്റവരുമാകുന്നുവെങ്കിൽ അതിന് അടിസ്ഥാന കാരണം നമ്മിൽ ആത്മനിറവില്ല. പരിശുദ്ധാത്മ നിറവിലല്ല നമ്മൾ ദിനംതോറും ജീവിക്കുന്നത്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട ജീവിതമാകണം, ആത്മനിറവിൻ ജീവിതമാകണം. അതാണ് ക്രിസ്തീയ ജീവിതം. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം എന്ന് പറയുന്നത് ആത്മനിറവോടെ ജീവിക്കുക എന്നതാണ്. അപ്രകാരമുള്ള ജീവിതങ്ങളിൽ സഹനങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, ദുരിതങ്ങളും സങ്കടങ്ങളും വേദനകളും ഉണ്ട്. എന്നാൽ അതിനെ മറികടക്കുന്ന ഒരു ആത്മശക്തി അവനും അവളും അനുഭവിക്കുകയാണ്. ഇന്ന് നമുക്ക് ആവശ്യം ഈ ശക്തിയല്ലേ? ഡുനാമിസ്, ആത്മാവിന്റെ ശക്തി, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പെന്തക്കോസ്ത് തിരുനാളിനായി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ഈ ശക്തിയിൽ നമ്മൾ നിറയപ്പെടണം, ഈ ശക്തിയിൽ ജീവിക്കണം, ഈ ശക്തിയിൽ വളരണം, ഈ ശക്തിയിൽ ശുശ്രൂഷ ചെയ്യണം, ഈ ശക്തി ലോകത്തിന് വെളിപ്പെടുത്തണം. അതിനുമായി കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാ നമ്മൾ. യേശു പരിശുദ്ധാത്മ നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ആത്മനടത്തിപ്പ്. യേശു പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയാണ്. ആത്മാവിൽ നിറഞ്ഞൊരു വ്യക്തിയെ മാത്രമാണ് പരിശുദ്ധാത്മാവിനെ നയിക്കുവാനും നിയന്ത്രിക്കുവാനും സാധിക്കുന്നത്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുകയായിരുന്നു, യഥാർത്ഥത്തിൽ നമ്മെ ആരാണ് നിയന്ത്രിക്കുന്നത്? നമ്മെ എന്താണ് കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ വികാരങ്ങളാണോ, നമ്മുടെ ഇച്ഛകളാണോ, നമ്മുടെ മോഹങ്ങളാണോ, നമ്മുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും, നമ്മുടെ ചില സുഖ അനുഭവങ്ങളാണോ നമ്മളെ നിയന്ത്രിക്കുന്നത്? നമ്മെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണോ, അതോ ഈ ലോകത്തിന്റെ അരൂപിയാണോ? നമുക്കിഷ്ടപ്പെട്ട ആഗ്രഹങ്ങളും മോഹങ്ങളും ദുരാശകളുമാണോ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ പരിശോധിക്കേണ്ട സമയമാണിത്. പരിശുദ്ധ വചനം പറയുന്നു, ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ആത്മ നടത്തിപ്പുണ്ടാവുകയാണ്. നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവനായി മാറി. എന്താണ് കാരണം? അവൻ ആത്മാവിൽ നിറഞ്ഞു. അവരുടെ ജീവിതത്തിലാണ് ആത്മനടത്തിപ്പുണ്ടാകുന്നത്. ആത്മാവിൽ നിറയപ്പെട്ട ജീവിതത്തിലാണ്. ആത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതത്തെ മാത്രമാണ് പരിശുദ്ധാത്മാവിനെ നയിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ ഒന്ന് ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ചേ. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ആത്മനിറവ്, ഞാൻ ആത്മാവിൽ നിറയപ്പെട്ട ഒരു ജീവിതമായി മാറിയെങ്കിൽ മാത്രമാണ് എന്നെ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കാനും നയിക്കുവാനും സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അരൂപിയായിരിക്കും. എൻ്റെ ജഡമോഹങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ദുരാശകളും എൻ്റെ ആഗ്രഹങ്ങളുമായിരിക്കും എന്നെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആത്മനിറവ് നമ്മൾ കണ്ടു. 2 ആത്മനടത്തിപ്പ് നമ്മൾ കണ്ടു. 3 കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് വന്ന് നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? ലൂക്കാട് സുവിശേഷം 4-ാം അധ്യായം 14-ാം വചനത്തിലേക്ക് വരിക. യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലായിലേക്ക് മടങ്ങിപ്പോയി. ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ, ആത്മശക്തിയുള്ളവനായി, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ നയിക്കപ്പെട്ട് ആത്മശക്തിയിൽ കർത്താവ് ജീവിക്കുകയാണ്. പിതാവിൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുകയാണ്. ഈ ശക്തിയാണ് രോഗികളെ സൗഖ്യമാക്കിയത്. ഈ ശക്തിയാണ് മരിച്ചവരെ ഉയർപ്പിച്ചത്. ഈ ശക്തിയാണ് അന്ധർക്ക് കാഴ്ച കൊടുത്തത്. ഈ ശക്തിയാണ് തറവാട് രോഗികളെ എഴുന്നേൽപ്പിച്ചത്. ഈ ശക്തിയാണ് പ്രകൃതി ശക്തികളെ നിയന്ത്രിച്ചത്. ആത്മശക്തി, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആരിലാണ് ആത്മശക്തി ഉണ്ടാകുന്നത്? ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതങ്ങളിലാണ് ആത്മശക്തിയുടെ അനുഭവം ഉണ്ടാവുന്നത്.
നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. പൂർണ്ണമായും പരിശുദ്ധാത്മാവിനെ സറണ്ടർ ആവാൻ, ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൽ നമുക്ക് ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിന് മുഴുവൻ നിയന്ത്രണം നമ്മുടെ പരിശുദ്ധാത്മാവിനെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കണം. അപ്രകാരം ഒരു ജീവിതത്തിലാണ് ആത്മ നടത്തിപ്പുണ്ടാകുന്നത്. അവരിൽ മാത്രമാണ് ആത്മശക്തിയുടെ അനുഭവം ഉണ്ടാവുന്നത്. ആത്മാവിൽ നിറഞ്ഞു, ആത്മാവിൽ നയിക്കപ്പെട്ടു, ആത്മാവിന്റെ ശക്തിയിൽ ജീവിച്ചു, പ്രവർത്തിച്ചു. പെന്തക്കോസ്ത് തിരുനാളിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, തൊഴിൽ മേഖലകളിൽ, ആത്മീയ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ, ഞാൻ ആയിരിക്കുന്നിടത്തെല്ലാം നിരന്തരമായി ഈ ആത്മശക്തിയിൽ നമ്മൾ ജീവിക്കണം സഹോദരങ്ങളെ. ഇന്ന് നമുക്കെല്ലാം ഒരുപാട് ദൈവം തന്നിട്ടുണ്ട്. നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയത് ആത്മാവിൻ്റെ ശക്തിയാണ്, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് കർത്താവിൻ്റെ സഭയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ആത്മാവിൻ്റെ ശക്തിയാലാണ്. ആത്മാവിൻ്റെ ശക്തിയിൽ നിറയപ്പെട്ട ശുശ്രൂഷകൾ, വചന പ്രഘോഷണങ്ങൾ, സൗഖ്യങ്ങൾ, അത്ഭുതങ്ങൾ, നവീകരണ ശുശ്രൂഷകൾ, കൗദാശിക പരിക്രമങ്ങൾ എല്ലാം 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 ആത്മാവിൻ്റെ ശക്തിയോടെ നമ്മൾ നിർവഹിക്കുമ്പോൾ ജനത്തിന് വലിയ മാനസാന്തരം ഉണ്ടാകും, ജനത്തിന് എൻകൗണ്ടർ ഉണ്ടാകും, ജനത്തിന് മേൽ ആത്മാവ് ഇറങ്ങി വരും, അവിടെ അനുതാപമുണ്ടാകും, ഡെലിവറൻസ് ഉണ്ടാകും. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ശുശ്രൂഷകളിൽ ഈ വിധം പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടൽ സംഭവിക്കണമെങ്കിൽ ആത്മശക്തിക്കായി നമ്മൾ വില കൊടുക്കുന്നവരാകും, നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി നമ്മൾ മാറണം. കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കുക. ആ മരുഭൂമിയിൽ 40 ദിനരാത്രങ്ങൾ കർത്താവ് ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. കൊടിയ പ്രലോഭനങ്ങൾ പിശാച് അഴിച്ചു വിട്ടു. ഈ പ്രലോഭനങ്ങളെയെല്ലാം ദൈവവചനത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മ ശക്തിയാലും കർത്താവ് അതിജീവിക്കുകയാണ്. ആ 40 ദിനരാത്രങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്താണ് സംഭവിച്ചത്? യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിൽ നിന്ന് മടങ്ങി. ആത്മാവിൻ്റെ ശക്തിയോടെ, ആത്മശക്തിയുള്ളവനായി കർത്താവിൻ്റെ മേൽ നിറഞ്ഞു നിന്ന ഈ ആത്മാവിൻ്റെ ശക്തിയിലാണ് കർത്താവ് വചനം പ്രസംഗിച്ചത്, രോഗികളെ സുഖപ്പെടുത്തിയത്, ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണങ്ങൾ നടത്തിയത്. എൻ്റെ സഹോദരങ്ങളെ, ഇത് നമുക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ശക്തിയില്ലാതെ എങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ആത്മശക്തിയില്ലാതെ നമ്മൾ എന്താണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ജീവിതവും ശുശ്രൂഷകളും പ്രാർത്ഥനകളും ദൈവജനത്തിന് അനുഗ്രഹമാകുന്നുണ്ടോ പരിശോധിക്കണം. എൻ്റെ പ്രാർത്ഥന എൻ്റെ കുടുംബത്തിന് കൃപയായി മാറുന്നുണ്ടോ? ഒരു അപ്പൻ, ഒരു അമ്മ എന്ന നിലയിൽ എൻ്റെ പ്രാർത്ഥന എൻ്റെ തലമുറകൾക്ക് അഭിഷേകമായി ഭവിക്കുന്നുണ്ടോ? എൻ്റെ സാന്നിധ്യവും പ്രാർത്ഥനയും എന്തുമാത്രം എൻ്റെ സമൂഹത്തിലേക്ക് ആത്മപകർച്ചയെ കൊണ്ടുവരുന്നുണ്ട്? എൻ്റെ സഹോദരങ്ങളെ, അതിൻ്റെ ആ തകർച്ചയുടെ കാരണം എന്താണെന്നറിയോ? നമ്മൾക്ക് ആത്മശക്തിയിൽ, നമ്മൾ ആത്മാവിൻ്റെ ശക്തിയിലല്ല ജീവിക്കുന്നത്. കാരണം നമുക്ക് ആത്മാവിൻ്റെ ശക്തി കിട്ടണമെങ്കിൽ നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടണം. ആത്മാവിനാൽ നയിക്കപ്പെടണമെങ്കിൽ നമ്മൾ ആദ്യം ആത്മാവിൽ നിറയണം. ആത്മാവിൽ നിറയപ്പെട്ട ഒരു ജീവിതത്തിലാണ് ആത്മ നടത്തിപ്പുണ്ടാകുന്നത്. അപ്രകാരം ഒരു ജീവിതത്തിലാണ് ആത്മശക്തി വ്യാപരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ സ്പിരിച്വൽ ഫോർമുല നമ്മൾ മറന്നു പോകരുത്. നമുക്കിത് വേണ്ടേ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മളും ഒത്തിരി ചിന്തിക്കുന്നവരാണത്. ആദ്യ പെന്തക്കോസ്തിൽ എന്തുമാത്രം ആത്മശക്തി അനുഭവിച്ചവരാണ് ആ ശിഷ്യന്മാരെ. അവർ പരിശുദ്ധാത്മൻ വ്യക്തിപരമായി അനുഭവിച്ചു. പരിശുദ്ധാത്മാവിന്റെ അഗ്നി സാന്നിധ്യമായി അവർ മാറി. പെന്തക്കോസ്തയുടെ പകർച്ച അവരുടെ മേൽ വ്യാപരിച്ചു. സഹോദരങ്ങളെ, അത്രമാത്രം ആത്മാവിന്റെ അളവില്ലാത്ത അഭിഷേകം അവരുടെ ജീവിതങ്ങളിലേക്ക് പകരപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് വായിച്ച് ധ്യാനിക്കണം.
എത്രയോ പ്രാവശ്യം അവർ നിരന്തരമായി വീണ്ടും 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 ആത്മശക്തി പ്രാപിക്കുന്നതായി ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. അതിനർത്ഥം എന്താ? ഒരിക്കൽ മാത്രം ഈ ശക്തി പ്രാപിച്ചാൽ മതിയോ? ഏതാനും ദിവസങ്ങൾ മാത്രം നമ്മൾ ആത്മശക്തിയിൽ ജീവിച്ച് ഈ ശക്തിയുടെ അനുഭവത്തിൽ വളരുന്നവരായാൽ മതിയോ? ഇല്ല സഹോദരങ്ങളെ, ഓരോ ദിവസവും ദിനംതോറും ഈ ശക്തിയുടെ അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ ശക്തിയിൽ നീ ജീവിക്കണം. ഈ ശക്തി നിന്നിലൂടെ വെളിപ്പെടുന്നത് ലോകത്തിന് ദർശിക്കാൻ പറ്റണം. എൻ്റെ സഹോദരങ്ങളെ, ഇപ്രകാരം പരിശുദ്ധാത്മാവിനാൽ പൊതിയപ്പെടുന്ന ജീവിതമാകണം. പരിശുദ്ധാത്മ നിറയപ്പെട്ടൊരു ജീവിതം, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതം, അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അതിനായി വില കൊടുക്കണം. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന എല്ലാ അശുദ്ധികളിൽ നിന്നും, മലിനതകളിൽ നിന്നും, ലോകമോഹങ്ങളിൽ നിന്നും, എല്ലാവിധ സ്വകാരൂപിയുടെ സകലവിധ അടിമത്തങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുമാറി പരിശുദ്ധാത്മാവിന്റെ ജീവിതമായി നമ്മൾ മാറ്റപ്പെടണം. പല പ്രാവശ്യം ഈ ആത്മശക്തി ശിഷ്യരിൽ നിറയപ്പെടും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ 1, 2, 3, 5 പ്രാവശ്യം പോരാ. നിരന്തരം നമ്മൾ ആത്മശക്തി പ്രാപിക്കണം. നമ്മളതിനായി പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതം വിശുദ്ധമാക്കണം. കർത്താവിനോട് ചേർന്ന് ജീവിക്കണം. പരിശുദ്ധാത്മ ദുഃഖിപ്പിക്കുന്ന സകല പാപങ്ങളിൽ നിന്നും, മനഃക്ഷോഭം, ക്രോധം, അശുദ്ധി, ദുർവിചാരം, അസ്വസ്ഥത, വിഭാഗീയത, ജഡമോഹങ്ങൾ, ലൗകിക ചിന്തകൾ, ലോകത്തിൻ്റെ ആസക്തികൾ, ഇതിൽ നിന്നെല്ലാം നാം നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. എങ്കിലേ ഈ ശക്തി നിന്റെ ജീവിതമാകുന്ന മൺകൂടാരത്തിലേക്ക് ഇറങ്ങി വരികയുള്ളൂ. നമ്മുടെ ജീവിതമാകുന്ന ഈ മൺകൂടാരത്തിൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങണോ? ദൈവ സാന്നിധ്യത്തിന്റെ തീ പടരണോ? ആത്മാവിന്റെ കൃപയും അഭിഷേകവും ഈ കൂടാരത്തിലേക്ക് ഒഴുകപ്പെടണോ? പ്രിയ ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. പെന്തക്കോസ്തയിൽ അവർക്കുണ്ടായ ഈ ആത്മശക്തിയുടെ അനുഭവം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. 4:18 വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 4:18. അവരെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. ഇത് കേട്ടപ്പോൾ അവർ എന്ത് ചെയ്തു എന്നറിയോ? ആ പ്രതിസന്ധികളിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ആ പ്രതിസന്ധികളിൽ പരിശുദ്ധാത്മാവ് അവരെ ശക്തിപ്പെടുത്തുകയാണ്. പ്രതിസന്ധികളിൽ പരിശുദ്ധാത്മാവ് അവരെ ബലപ്പെടുത്തുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ക്രൈസിസിൽ നിങ്ങൾ നേരിടുന്ന ഈ പ്രതിസന്ധികളിൽ ഒറ്റയ്ക്കല്ല. നിങ്ങളെ വിളിച്ച ഞാൻ കൂടെയുണ്ട്. ഞാനാണ് നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 30-31 വചനങ്ങൾ സ്വരമുയർത്തി വായിക്കാം. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവം പ്രസംഗിച്ചു. ആദിമസഭ നേരിട്ട പ്രതിസന്ധിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരെ ശക്തീകരിക്കുകയാണ്. അവർ വീണ്ടും ആത്മശക്തിയിൽ നിറയപ്പെടുകയാണ്. ആ പ്രതിസന്ധിയിൽ പരിശുദ്ധാത്മാവ് അവരെ ബലപ്പെടുത്തുകയാണ്, അവരെ എംപവർ ചെയ്യുകയാണ്, അവരെ എൻകറേജ് ചെയ്യുകയാണ്. നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, ഭയപ്പെടേണ്ട, വിളിച്ച ഞാൻ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു പ്രതിസന്ധി വരുമ്പോൾ മാറിപ്പോകുന്ന ദൈവമല്ല. ഒരു ക്രൈസിസ് നമ്മുടെ മുൻപിൽ വരുമ്പോൾ ആ ക്രൈസിസിൽ നമ്മളെ തനിച്ചാക്കി വിട്ടുപോകുന്നവനല്ല പരിശുദ്ധാത്മാവ്. നമ്മെ ബലപ്പെടുത്തി, നമ്മെ ശക്തിപ്പെടുത്തി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്.
പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. ആമേൻ, ആമേൻ. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. അവർ ആത്മശക്തിയിൽ നിറഞ്ഞു, ആത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞു. നമ്മൾ പാടി പ്രാർത്ഥിച്ചില്ലേ? ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിക്കാം. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. പാടികേ. ആത്മശക്തിയാൽ പരിശുദ്ധാത്മാവേ, 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 നിങ്ങൾ എംപവർ ചെയ്യണം. അഭിഷേകത്താൽ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആദിമസഭ നേരിട്ട പ്രതിസന്ധിയിൽ പരിശുദ്ധാത്മാവ് അവരെ ശക്തിപ്പെടുത്തുകയാണ്, അവരെ ബലമുള്ളവരാക്കുകയാണ്. ആത്മശക്തിയുടെ അനുഭവം അപ്പോസ്തലപ്രവൃത്തി 2:4 കണ്ടതാണ്. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ആദ്യ പെന്തക്കോസ്തയിൽ വീണ്ടും അവർ ആത്മാവിൽ ശക്തിപ്പെടുകയാണ്, ആത്മാവിനാൽ ശക്തീകരിക്കപ്പെടുകയാണ്. ഇത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമല്ല സഹോദരങ്ങൾ, നിരന്തരം എത്രയോ പ്രാവശ്യം ദൈവവചനത്തിൽ ഈ സത്യം നമുക്ക് കാണാൻ പറ്റും. അതിനർത്ഥം എന്താ? ഓരോ ദിവസവും ആത്മശക്തിക്കായി നമ്മൾ നിരന്തരമായി ആഗ്രഹിക്കണം, അതിനായി നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. ക്രമപ്പെടുത്തണം സഹോദരൻ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വളരെ പ്രാർത്ഥിച്ച് നിങ്ങൾ ദൈവത്തിന് മുൻപിലായിരിക്കണം. അപ്പോസ്തല പ്രവർത്തനം നിങ്ങൾ പത്രോസിലയുടെ ജീവിതത്തിലേക്ക് നോക്കുക. പത്രോസിലയുടെ ജീവിതം നമുക്കിത് കാണാൻ പറ്റും. എന്താ കാണാൻ കഴിയുന്നത്? അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 7-8 വചനങ്ങൾ. അപ്പോസ്തലന്മാരെ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു, എന്തധികാരത്താലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങളിത് പ്രവർത്തിച്ചത്? നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തധികാരത്താലാണ് നിങ്ങൾ ഈ പ്രവർത്തിച്ചത്? ആ മനുഷ്യനെ നിങ്ങൾ സുഖപ്പെടുത്തിയത് എന്തധികാരത്താലാണ്? ആരുടെ നാമത്തിലാണ്? പ്രകോപനപരമായ, അപ്പോസ്തലന്മാരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ചോദ്യമാണ്. എന്നാൽ ആ പ്രതിസന്ധിയുടെ നടുവിൽ എന്തുണ്ടായി? നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ആത്മാവിൽ നിറയപ്പെട്ട ഒരു ജീവിതത്തിൽ ആത്മാവിന്റെ ശക്തി ഇറങ്ങും. ഒരു ക്രൈസിസ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും, നിന്നെ ശക്തിപ്പെടുത്തും. ആ പ്രതിസന്ധിയെ കണ്ട് ഭയന്നോടുന്ന ഒരു ദൈവ പൈതലായി നീ മാറുകയില്ല. ഏത് പ്രതിസന്ധിയിലും വചനം പറയുന്നില്ലേ, നീതിമാന്മാർ സിംഹത്തെ പോലെ ധീരരാണ്, സിംഹത്തെ പോലെ ധീരരാണ്. ആമേൻ, ആമേൻ. യെസ്. നീ ആത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിയാണോ? ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു ആവശ്യം വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും, പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കും, പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. നീ ആത്മശക്തിയുള്ളവനാകും. എന്തധികാരത്താലാണ് നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്തത്? ആരുടെ നാമത്തിലാണ് നിങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തിയത്? ഈ ചോദ്യത്തിന് മറുപടിയായി അവിടെ എന്താ സംഭവിച്ചേ? അപ്പോസ്തല പ്രവർത്തനം 4:8 ഉച്ചത്തിൽ വായിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു. ആ സ്പോട്ടിൽ ആത്മാവ് ഇറങ്ങി വരികയാണ്, പത്രോസിനെ ശക്തിപ്പെടുത്തുകയാണ്, പറയേണ്ട വാക്കുകൾ അവന്റെ അധരത്തിൽ വെച്ചു കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് പത്രോസിലേക്കായി നയിക്കുന്ന നമ്മളിവിടെ കാണുന്നത് എത്ര ശക്തമായൊരു അനുഭവമല്ലേ സഹോദരങ്ങളെ? നമ്മുടെ വിശ്വാസ ജീവിതം ഇത്തരത്തിലുള്ളതാകണമെന്ന് കർത്താവിന് നിർബന്ധമുണ്ട്. അത് എൻ്റെ കുടുംബ ജീവിതത്തിലും എൻ്റെ സമർപ്പിത ജീവിതത്തിലും പൗരോഹിത്യ ജീവിതത്തിലും ഈ പരിശുദ്ധാത്മ നടത്തിപ്പും നിറവും ശക്തിയും നമ്മൾ അനുഭവിക്കണം. ആ ശക്തിയിൽ ദിനംതോറും ജീവിക്കണം എന്നുള്ളത് നമ്മെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി.
പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് അവരോട് സംസാരിച്ചു. പത്രോസിന്റെ സംസാരത്തിൽ പരിശുദ്ധാത്മ നിറയുകയാണോ? ആത്മനിറവോടെ സംസാരിക്കുന്നു, ആത്മശക്തിയോടെ സംസാരിക്കുന്നു. ആ സമയത്താണ് ആത്മാവിൽ നിറഞ്ഞ പത്രോസ്ലീഹ ഒരു വലിയ സത്യം സഭയോടും ലോകത്തോടും പ്രഘോഷിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 4:12-13 മറ്റൊരുവന് രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ആരുടെ നാമത്താലാണ് നിങ്ങൾ ആ മനുഷ്യ സൗഖ്യം കൊടുത്തത്? പരിശുദ്ധാത്മ നിറഞ്ഞ് പത്രോസ്ലീഹ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്താലാണ് ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചത്. ആ മനുഷ്യൻ സുഖപ്പെട്ടത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്, യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. തുടർന്നാണ് പത്രോസ്ലീഹ പറഞ്ഞത്, മറ്റൊരുവിന് രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുവിന്റെ നാമമില്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇതങ്ങ് വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ 4:13 ദൈവത്തിന്റെ വചനം പറയുന്നു, പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർക്ക് മനസ്സിലായി അവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരാണെന്ന് അവർ ഗ്രഹിക്കുകയും ചെയ്തു. യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരാണെന്ന് അവർ ഗ്രഹിച്ചു എന്നാ പറയുന്നത്. ആത്മശക്തിയുള്ളവർക്ക് ധീരതയുണ്ട്, ധൈര്യമുണ്ട്. അവർ തൊട്ടാവാടി സ്വഭാവക്കാരല്ല. അവരെ നിയന്ത്രിക്കുന്നത് അവരുടെ വൈകാരിക അനുഭവങ്ങളല്ല. ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്കും അവർ വാടിത്തളർന്നു പോകുന്നില്ല. ജീവിതത്തിൽ ഒരു അസ്വസ്ഥ വരുമ്പോഴേക്കും അവർ ആകെ അപ്സെറ്റായി ആകുലപ്പെട്ട് അവരിങ്ങനെ ആകെ ഇറിറ്റേറ്റഡ് ആകുന്നില്ല. ജീവിതത്തിൽ സഹനം വരുമ്പോൾ, ഒരു കണ്ണുനീരിൻ്റെ അനുഭവം വരുമ്പോൾ, ഒരു അവഗണന വരുമ്പോൾ, മനസ്സിനൊരു മുറിപ്പാടുണ്ടാകുമ്പോൾ അവർ അസംതൃപ്തരും പരാതിക്കാരുമായി മാറുന്നില്ല. സഹോദരങ്ങളെ, ധൈര്യശാലികളാ, പ്രത്യാശയുള്ളവരാ, ആനന്ദമുള്ളവരാ, വിശ്വാസത്തിന്റെ സമൃദ്ധിയുള്ളവരാ. പരിശുദ്ധ വചനം പറയാ, അവരുടെ ധൈര്യം കണ്ട് സദുക്കായരും പരീശന്മാരും അത്ഭുതപ്പെട്ടു പോയി. വിദ്യാഭ്യാസമില്ലാത്ത ഇവർക്ക് എവിടുന്ന് കിട്ടി ഈ ധൈര്യം, എവിടുന്ന് കിട്ടി ഈ ജ്ഞാനം? അവർക്ക് മനസ്സിലായി, ഇവർ യേശുവിനോട് കൂടെ നടന്നവരാ, ഇവർ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. അവർ കാര്യം മനസ്സിലായി. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തി നിന്നെ ധീരതയുള്ളവനാക്കും, ധൈര്യമുള്ളവനാക്കും. പ്രതിസന്ധികളിൽ നീ ബലമുള്ളവനാകും, പ്രത്യാശയുള്ളവനാകും, ആനന്ദമുള്ളവനാകും. നീ ദൈവ സാന്നിധ്യത്തിന്റെ സമൃദ്ധി അനുഭവിക്കുന്നവനാകും. യെസ്, പരിശുദ്ധാത്മാവിനെല്ലാം സാധ്യമാണ്. അവൻ സർവശക്തനും സർവാധിപനുമായ ദൈവമാണ്. പരിശുദ്ധാത്മാവോ ഓമിനിഷ്യൻ, ഓമിനിപൊട്ടന്റ്, ഓമിനിപ്രസന്റ്. അവൻ സർവശക്തനാണ്. എല്ലാം പരിശുദ്ധാത്മാവിന് സാധ്യമാണ്. സഹോദരൻ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. എത്ര ശക്തമായിട്ട് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ വീണ്ടും വരും. ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നു, കണ്ടോ? ആത്മാവിൽ നിറയുന്നു, ആത്മാവിനെ നയിക്കപ്പെടുന്നു, ആത്മാവിനെ ശക്തീകരിക്കപ്പെടുന്നു. ഇതെല്ലാം പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുത്ത ജീവിതങ്ങളിലാണ് സംഭവിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങൾ ആത്മനിറവിൻ്റെ കുടുംബങ്ങളാകണം. നമ്മുടെ കുടുംബങ്ങൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന കുടുംബങ്ങളാകണം. നമ്മുടെ കുടുംബങ്ങൾ ആത്മശക്തിയുടെ കുടുംബങ്ങളാകണം. നമ്മുടെ സമൂഹങ്ങൾ, നമ്മുടെ മിനിസ്ട്രികൾ, നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ ധ്യാന കേന്ദ്രങ്ങൾ, നമ്മുടെ ജീവിതത്തിന് എല്ലാ മേഖലകളിലും ഈ ആത്മനിറവും ആത്മനടത്തിപ്പും ആത്മാവിന്റെ ശക്തിയും നമ്മൾ അനുഭവിക്കണം. അവോളം ധാരാളം അനുഭവിക്കണം. സഹോദരങ്ങളെ, ഈ ഒരു ആത്മീയ നിലവാരത്തിലേക്ക് നമ്മൾ ഉയരണമെന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. വീണ്ടും നിങ്ങൾ അപ്പോസ്തല പ്രവർത്തനം 6:3 വരിക.
അതിനാൽ സഹോദരരെ, സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞ 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുക. പരിശുദ്ധാത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞ 7 പേരെ. ഇനി 6:5 വന്ന അപ്പോസ്തല പ്രവർത്തനം 6:5 അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ എസ്തഫാനോസ്, ഫിലിപ്പോസ്, വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവർ കണ്ടു. ആദിമസഭയിൽ ആ 7 ഡീക്കന്മാര് പരിശുദ്ധാത്മ നിറഞ്ഞവരായിരുന്നു. അവർ ആത്മനിറവുള്ളവരാ, ആത്മാവിന്റെ നിറവുള്ളവരായിരുന്നു. ആദിമസഭയുടെ ആ ക്വാളിറ്റി കണ്ട സഹോദരങ്ങളെ, ഞാൻ പലപ്പോഴും അതിശയത്തോടു കൂടി ഈ വചനങ്ങൾ വായിക്കാറ്. ഭക്ഷണമേശയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അത് അവർക്ക് ഒരുക്കി കൊടുക്കുന്നു, അതിനുശേഷം ക്ലീൻ ചെയ്യുന്നു. ഈ ശുശ്രൂഷ ചെയ്യുന്ന സഭയിലെ ഡീക്കന്മാരെ നിങ്ങൾ ചിന്തിക്കണം, ഒരു പരിശുദ്ധാത്മ നിറഞ്ഞവരായി, ആത്മനിറവുള്ളവരായിരുന്നു. സഭയുടെ ഓരോ ശുശ്രൂഷകനും ശുശ്രൂഷകയും ആത്മാവിൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാ. ഒരു അപ്പൻ ആത്മനിറവുള്ളവനാണ്, ഒരു അമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളാകണം, ഒരു ഭാര്യ, ഒരു ഭർത്താവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളുമാകണം. സഹോദരി സഹോദരന്മാർ, നമ്മുടെ മക്കൾ, നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ മിനിസ്ട്രികളെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നൊരനുഭവം. അവിടെയാണ് പരിശുദ്ധാത്മ നയിക്കല്, പരിശുദ്ധാത്മ നയിപ്പുണ്ടാകുന്നത്. അപ്രകാരമുള്ള ജീവിതങ്ങളിലാണ് പരിശുദ്ധാത്മന്റെ ശക്തി, ആത്മശക്തി ഉണ്ടാകും. നമുക്ക് ആ ശക്തി പിന്നീട് അടുത്ത വചനത്തിൽ കാണുകയാണ്. അപ്പോസ്തല പ്രവർത്തനം പരിശുദ്ധാത്മം നിറഞ്ഞ എസ്തഫാനോസിൽ എന്താണ് സംഭവിച്ചത്? ആത്മാവിനാൽ നിറയപ്പെട്ട എസ്തഫാനോസിൽ എന്ത് സംഭവിച്ചു? 6:8 വായിച്ച്, എസ്തഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. കൃപാവരവും ആത്മാവിന്റെ ശക്തിയും കൊണ്ട് നിറഞ്ഞ് കണ്ടു. ശക്തി കൊണ്ട് നിറഞ്ഞ് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മശക്തിയാൽ നിറഞ്ഞ് ജനമധ്യത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. ഡുനാമിസ് പവർ, ആത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവാണ് ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവാണ് രോഗികളെ സുഖപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവാണ് ജീവിതങ്ങൾക്ക് മാനസാന്തരം നൽകുന്നത്. പരിശുദ്ധാത്മാവാണ് ജീവിതങ്ങളെ വിമോചിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്, നമ്മളെ നവീകരിക്കുന്നത്. ആത്മാവിന്റെ ശക്തിയിൽ നിറയുമ്പോൾ ഈ വിധം ഒരു മാനിഫെസ്റ്റേഷൻ നമ്മിലൂടെ പരിശുദ്ധാത്മ വെളിപ്പെടാൻ തുടങ്ങും. അത്ഭുതമായി, സൗഖ്യമായി, മാനസാന്തരമായി, വിമോചനമായി, സ്വാതന്ത്ര്യമായി, അഭിഷേകമായി, കൃപയായി പരിശുദ്ധാത്മാവ് അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവാഞ്ചലൈസേഷൻ സംഭവിക്കുന്നത്, ജനം കർത്താവിനെ കണ്ടുമുട്ടുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് സഹോദരങ്ങളെ. നമുക്ക് അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു, നമുക്കതൊക്കെ ഇന്ന് ഒരുപാട് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ പ്രാപിച്ച അഭിഷേകത്തിന്റെ നിഴൽ പോലും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നില്ല. അത് ലോകത്തിന് കാണാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ആത്മശക്തി കെട്ടുപോയവരായി, ഈ ശക്തി നഷ്ടപ്പെട്ടവരായി മാറുന്നു. വീണ്ടും ഈ ശക്തി നമ്മൾ പ്രാപിക്കണം. ആത്മശക്തിയിൽ വളരണം സഹോദരങ്ങളെ. ശക്തിയിൽ നിറഞ്ഞ് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടു. അപ്പോൾ പരിശുദ്ധാത്മാവാണ് എസ്തഫാനോസ് അല്ല, പരിശുദ്ധാത്മാവാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവാണ് അടയാളങ്ങൾ പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ഡെലിവറൻസുകൾ ചെയ്യുന്നത്. എല്ലാം ഹോളി സ്പിരിറ്റ് ഒരു മൂവ്, ഒരു വലിയ ചലനം അവിടെ സംഭവിക്കുകയാണ്, വലിയ ചലനം ഉണ്ടാവുകയാണ്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 7:55 നിങ്ങൾ വരണം. ഒരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ എസ്തഫാനോസ് നിൽക്കുമ്പോൾ അവന്റെ നേരെ കോപാഗ്രഹത്തിന്റെ പല്ല് കടിച്ച് ജനക്കൂട്ടം പാഞ്ഞെടുത്തപ്പോൾ അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. കണ്ടു, അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ഈ ആത്മനിറവുള്ള, ആത്മാവിൻ്റെ ശക്തിയുള്ള ജീവിതങ്ങൾക്കാണ് സഹനങ്ങളെ കൃപകളായി സ്വീകരിക്കാൻ പറ്റുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ, നമുക്കൊക്കെ സഹനങ്ങളുണ്ട്. സഹനങ്ങളില്ലാത്ത ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടോ? ഈ ലോകത്തിൽ
നമ്മൾ ആര് തന്നെയാണെങ്കിലും നമുക്ക് എല്ലാവർക്കും സഹനമുണ്ട്. ഒരു സഹനവുമില്ലാത്ത ഒരൊറ്റ വ്യക്തി പോലും ഈ ലോകത്തിലില്ല. എല്ലാ മനുഷ്യർക്കും ഒരുപോലെ സഹനമുണ്ട്. അത് പല വിധത്തിലായിരിക്കാം എന്ന് മാത്രം. എന്നാൽ ഈ സഹനങ്ങളെ കൃപകളായി സ്വീകരിക്കാൻ പറ്റും. ഈ ആത്മശക്തി നമ്മളിൽ ഉണ്ടെങ്കിൽ സഹോദരൻ, നമ്മളിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ വഴി പറഞ്ഞു തരാം. സഹനങ്ങൾ വരുമ്പോൾ പരാതി പറഞ്ഞും പിറുപിറുത്തും അസ്വസ്ഥരായും അസംതൃപ്തരായും നമ്മൾ ആ സഹനങ്ങളെ നമ്മൾ പഴിച്ചും പ്രാപിയും നമ്മൾ തള്ളിക്കളയാറുണ്ടോ? സഹനങ്ങളെ കൃപകളായി സ്വീകരിക്കുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട്? അവരിലാണ് ആത്മാവിന്റെ ശക്തിയുള്ളത്. അവരാണ് ആത്മനിറവോടെ ജീവിക്കുന്നവർ. സഹനം വരുമ്പോൾ ഞെരുവിളി കൊള്ളുക, സഹനം വരുമ്പോൾ ചീത്ത വിളിക്കുക, സഹനം വരുമ്പോൾ തെറി പറയുക, സഹനം വരുമ്പോൾ പിറുപിറുക്കുക, സഹനം വരുമ്പോൾ ഇട്ടേച്ചു പോവുക, പിന്മാറിപ്പോകുക. ഇതൊന്നും പരിശുദ്ധാത്മാവുള്ള ഒരു ജീവിതത്തിന്റെ സവിശേഷതകളല്ല സഹോദരങ്ങളെ. ആത്മശക്തി സഹനങ്ങളെ കൃപകളാക്കി മാറ്റാൻ നമ്മെ സഹായിക്കുകയാണ്. 7:59 ഉറക്കെ വായിച്ച് 7-ാം അധ്യായം 59-ാമത്തെ തിരുവചനം. അനന്തരം അവർ എസ്തഫാനോസിനെ കല്ലെറിഞ്ഞു, അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കണം, കഠോരമായ കല്ലുകൾ എസ്തഫാനോസിന് മേൽ വന്ന് വീഴുകയാണ്. അപവാദത്തിന്റെ കല്ലുകൾ നമ്മുടെ മേൽ വരും, മുറിപ്പെടുത്തുന്ന കല്ലുകൾ നമ്മുടെ മേൽ വരും, തിരസ്കരണത്തിന്റെ കല്ലുകള്, പരദൂഷണത്തിന്റെ കല്ലുകള്, ഏഷണിയുടെ കല്ലുകള്, അവഗണനയുടെ കല്ലുകള് നമ്മുടെ നേരെ എറിയുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ അസംതൃപ്തരും കുറ്റപ്പെടുത്തുന്നവരും ന്യായീകരിക്കുന്നവരും നമ്മുടെ മേൽ വന്ന് വീഴുന്ന ആ കല്ലുകൾ തിരിച്ചെറിയുന്ന വ്യക്തികളായി നമ്മൾ മാറുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ എസ്തഫാനോസിന്റെ ജീവിതം നോക്ക്. ഇത് 1-2 ദിവസം കൊണ്ട് അത് നിരന്തരമായി നമ്മൾ ഈ ആത്മശക്തി പ്രാപിക്കണം, ഈ ആത്മശക്തിയിൽ ജീവിക്കണം. എങ്കിലേ ഈ കൃപയിൽ വളരാൻ നമുക്ക് പറ്റുള്ളൂ. തൻ്റെ മേൽ 100 കണക്കിന് കല്ലുകൾ വന്ന് വീണു. അതികഠോരമായ, നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ അതിസഹനീയമായ വേദനയുണ്ട്. എന്നാൽ ആ കഠിനമായ സഹനത്തിന്റെ നടുവിൽ എസ്തഫാനോസ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഈ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കരുതേ. കർത്താവേ, ഇവരോട് കരുണ കാണിക്കണമേ, കരുണ ചൊരിയണമേ. അവർക്ക് വേണ്ടി സ്നേഹിച്ച് എസ്തഫാനോസ് പ്രാർത്ഥിച്ചു. ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? തന്നെ കല്ലെറിഞ്ഞവർക്ക് വേണ്ടി. അതാണ് ആത്മശക്തി. ആത്മാവിന്റെ ശക്തി നമുക്ക് പ്രദാനം ചെയ്യുന്നത് സഹനങ്ങളെ കൃപകളായി സ്വീകരിക്കുവാനുള്ള അനോയിന്റിംഗ്, അഭിഷേകമാണ്. പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ ധീരത നൽകുന്ന അഭിഷേകമാണ് ആത്മശക്തി പ്രദാനം ചെയ്യുന്നത്. എത്ര ശക്തമാണ് ദൈവത്തിന്റെ വചനം, എത്ര ശക്തമാണ് സഹോദരൻ. വിശുദ്ധ ജെറോമേം പറഞ്ഞ്, ആമേൻ. ഒരു നിമിഷം ഇരു കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ ശക്തിക്കായി പ്രാർത്ഥിച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ ഈ മൺകൂടാരത്തിൽ ആത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ, ഈ കൂടാരത്തിലേക്ക് ദൈവശക്തി ഇറങ്ങി വരട്ടെ, ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ, ദൈവമഹത്വം ഇറങ്ങട്ടെ, ദൈവാത്മാവിന്റെ പരിവർത്തനം ഉണ്ടാകട്ടെ. കർത്താവ് ദാനമായി തന്ന എന്റെ ജീവിതമാകുന്ന മൺകൂടാരത്തിന്മേൽ ആത്മശക്തി വ്യാപരിക്കട്ടെ. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ഹൃദയങ്ങളെ തുറക്കണമേ, ജീവിതങ്ങളെ നവീകരിക്കണമേ, കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ, സഭയെ ഉണർത്തണമേ, ജനപദങ്ങൾ ഇവാഞ്ചലൈസ് ചെയ്യണമേ. കൃപൊഴുകട്ടെ, പതിനായിരങ്ങളിലേക്ക് കൃപൊഴുകട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ജനലക്ഷങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ
ആത്മശക്തിയുള്ളവരാക്കണമേ, ആമേൻ, ആമേൻ. ആത്മനിറവുള്ളവരാക്കണമേ, ആമേൻ. ആത്മനടത്തിപ്പുള്ളവരാക്കണമേ. ഇരുകരമുയർത്തി വിളി, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, ഒഴുകട്ടെ, ഒഴുകപ്പെടുന്ന അഭിഷേകം, പുറപ്പെടുന്ന അഭിഷേകം, വ്യാപരിക്കുന്ന അഭിഷേകം ഈ ജനത്തിന്റെ മേൽ നിറയട്ടെ. പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, 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 ആത്മശക്തി, ആത്മശക്തി. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അനോയിന്റ് ചെയ്യണമേ. ആമേൻ, ആമേൻ. കർത്താവേ, ആത്മശക്തിയുള്ളവരാകണമേ, ആത്മശക്തിയുള്ളവരാകണമേ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിക്കാം. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, ആമേൻ. അനുദിനം ആരാധിക്കാം. ഹല്ലേലൂയ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പരിശുദ്ധാത്മാവേ വരിക, ബലപ്പെടുത്തുക, ബലപ്പെടുത്തുക. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപ. ആത്മശക്തിയാൽ ഞാൻ ജയിക്കും. ആത്മാവിന്റെ ശക്തികളെ, സകല പൈശാചിക പോരാട്ടങ്ങളെ ഞാൻ ജയിക്കും. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ഓ പരിശുദ്ധാത്മാവേ, ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ഇരുകരമുയർത്തി ഒറ്റ വിളി, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിൽ നിറയണമേ, എന്നെ നയിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. എന്റെ പൊന്നു പരിശുദ്ധാത്മാവേ, എന്നെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നിരന്തരം ആത്മശക്തി സ്തുതിക്കുന്നു. ദിനംതോറും ആത്മശക്തിയിൽ ജീവിക്കുക, ഈ ശക്തിയിൽ വളരുക, ഈ ശക്തിയെ വെളിപ്പെടുത്തുക. പൗലോസിന്റെ ജീവിതത്തിലേക്ക് വരിക. അപ്പോസ്തല പ്രവർത്തനം 9:17 പറയുന്നു. 9:17 അനനിയാസ് എന്ന സാവൂൾ എന്ന ചെറുപ്പക്കാരനോട് പറയാണ്, യാത്ര മധ്യേ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. നീ ആത്മനിറവുള്ളവനാകാൻ, നീ പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു ജീവിതമായി മാറുവാൻ എന്നെ അയച്ചിരിക്കുകയാണ്. നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുക, ആത്മനിറവോടെ ജീവിക്കുക എന്നുള്ളതാണ്. അതെൻ്റെ കുടുംബജീവിതത്തിൽ ഒരു അപ്പൻ, ഒരു അമ്മ, ഒരു ഭർത്താവ്, ഒരു ഭാര്യ, ഒരു മകൻ, ഒരു മകൾ, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുക, ആത്മനിറവോടെ ജീവിക്കുക, ആത്മാവിൽ നയിക്കപ്പെടുക, ആത്മാവിൽ ശക്തിപ്പെടുക, ആത്മശക്തിയുള്ളവരായി മാറുക. ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞപ്പോൾ എന്തുണ്ടായി? ആത്മാവ് അവനെ ശക്തിപ്പെടുത്തുകയാണ്. ആ ശക്തിയുടെ അനുഭവം ഉണ്ടായി. അപ്പോസ്തല പ്രവർത്തനം 9:20 പറയാണ്, അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ആര്? സാവൂൾ എന്ന പൗലോസ്. 22-ാം വചനത്തിലോട്ട് വരിക. ദിനംതോറും എന്ത് സംഭവിച്ചു? സാവൂൾ ആകട്ടെ കൂടുതൽ ശക്തി പ്രാപിച്ച് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചു കൊണ്ടിരുന്നു. ദിനംതോറും ശക്തി പ്രാപിച്ചുകൊണ്ട് ശക്തി ആർജിക്കുകയാണ്. ആത്മാവിന്റെ ശക്തിയിൽ വളരുകയാണ്.
ശക്തിയിൽ ജീവിക്കുകയാണ്, ശക്തിയിൽ ശുശ്രൂഷിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന് വലിയൊരു പ്രചോദനമാണ് വിശുദ്ധ പൗലോസ്ലീഹായുടെ ഈ ജീവിതം. ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞ്, ആത്മാവിൽ നയിക്കപ്പെട്ട്, ആത്മാവിൽ ദിവസം ദിനംതോറും ശക്തിപ്പെടുന്നൊരനുഭവം അപ്പോസ്തല പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ സഹോദരങ്ങളെ, ഈ ശക്തിയുടെ അനുഭവം 8:29 പീലിപ്പോസിനെ പരിശുദ്ധാത്മ നയിക്കുകയാണ്. പീലിപ്പോസിന് 8:29 എന്താ പറയുന്നത്? ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. നീ അതിനോട് ചേർന്ന് നടക്കുക. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുകയാണ്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 19-20 വചനങ്ങളിൽ കാണാൻ പറ്റും. പത്രോസിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മ നയിപ്പ്. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മാവ് അവനോട് പറഞ്ഞു, ഇതാ 3 പേർ നിന്നെ അന്വേഷിക്കുന്നു. എഴുന്നേറ്റ് താഴേക്ക് ചൊല്ലുക. ഒന്നും സംശയിക്കാതെ അവരോടൊപ്പം പോവുക. എന്തെന്നാൽ ഞാനാണ് അവരെ അയച്ചിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധൻ വ്യക്തമായി ഗൈഡൻസ് കൊടുക്കുക. പത്രോസ്ലീഹായി നയിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദിനംതോറും ആത്മനിറവും ആത്മനടത്തിപ്പും ആത്മശക്തിയും ഉണ്ടാകാൻ നമുക്ക് തീവ്രമായി ആഗ്രഹിക്കാം. അതിനുവേണ്ടി കണ്ണുനീരോടെ കരയണം. കർത്താവിന്റെ മുമ്പിൽ നിലവിളിക്കണം. കർത്താവേ, ഈ ശക്തി എനിക്ക് തരണം. ഈ ശക്തി എൻ്റെ മേൽ പകരണമേ. നിങ്ങളുടെ അധികാരത്തിനും ശക്തിയുടെ അഭിഷേകം എൻ്റെ മേൽ പകരണമേ. ലൂക്ക 4:36 നമ്മൾ കാണുന്നതാണ്. ലൂക്ക 4:36 നമ്മൾ കാണുന്ന അഭിഷേകം എന്താണ്? എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ. അധികാരത്തിന്റെയും ശക്തിയുടെയും അഭിഷേകം നിന്റെ മേൽ കർത്താവ് പകരും. നീ അതിനുവേണ്ടി കരയണം. ദൈവസന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ആത്മശക്തി എന്റെ മേൽ പകരണമേ. എന്നെ ആത്മനിറവുള്ളവനാക്കണമേ. ചങ്ക് പൊട്ടി നിലവിളിക്കണം. ഈ ശക്തിയുടെ അനുഭവത്തിൽ നിറയുക. സഹോദരങ്ങളെ, ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ശക്തി പ്രാപിച്ചവരുടെ ജീവിതം നിങ്ങളെടുത്ത് പഠിച്ചു. അവരെല്ലാം ഈ വിധം കരഞ്ഞവരായിരുന്നു ദൈവത്തിന് മുമ്പിൽ. കണ്ണുനീരോടെ നിലവിളിച്ചു, ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട കർത്താവേ, ഞങ്ങൾക്ക് ഈ ശക്തി വേണം, ഈ ശക്തിയുടെ അനുഭവം വേണം. എങ്കിൽ മാത്രമേ ഈ ലോകത്തെ കർത്താവിനായി നേടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ തലമുറയെ ദൈവവചനത്തിനായി സ്വാധീനിക്കുവാൻ നമുക്ക് പറ്റുകയുള്ളൂ. നശിക്കുന്ന ഓരാത്മാവിനെയും കർത്താവിനായി വീണ്ടെടുക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ ശക്തി നിന്റെ ജീവിതത്തിൽ നിറയണം. ഈ ശക്തി നിന്നിലൂടെ വെളിപ്പെടണം. അതിനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവണ്ടേ? നിലവിളി ഉയരണ്ടേ? മണിക്കൂറോളം കർത്താവിന്റെ മുൻപിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കണം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, ആത്മശക്തിയുള്ളവനാണ്. എന്റെ ജീവിതമാകുന്ന ഈ മൺകൂടാരത്തിലേക്ക് അവിടുത്തെ ശക്തി പകരണം. വിലാപങ്ങളുടെ പുസ്തകം 2:18-19 അതാ നമ്മളോട് പറയുന്നത്. കർത്താവിന്റെ ഉറക്കെ നിലവിളിക്കുക. നമ്മൾ എന്തിനാണ് ഉറക്കെ നിലവിളിക്കുന്നത്? ആത്മാവിന്റെ ശക്തിക്കായി. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മശക്തിക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ നീ ഉറക്കെ നിലവിളിക്കുക. വീണ്ടും ദൈവത്തിന്റെ വചനം പറയാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-38 വചനങ്ങൾ. നമ്മുടെ കർത്താവ് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലൂടെ ആത്മാവിൻ്റെ വിവിധങ്ങളായ അരുവികൾ ഒഴുകണമെങ്കിൽ നമ്മൾ കർത്താവിൽ നിന്ന് കുടിക്കണം. നമ്മൾ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്ത് നമ്മൾ ഈ വെള്ളം കുടിക്കുന്നത് പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് ആത്മാവിനായി ദാഹിക്കണം.
നമ്മൾ ആത്മാവിനെ പാനം ചെയ്യണം. കർത്താവ് ഈ ദാഹജലം നമുക്ക് തരും, പരിശുദ്ധാത്മാവിനെ തരും. ആത്മാവ് കൊണ്ട് നമ്മളെ നിറയ്ക്കും, ആ ശക്തി കൊണ്ട് പുതുക്കും നമ്മളെ. ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നമ്മൾ പരിശുദ്ധാത്മ കൊണ്ട് നിറയുമ്പോൾ നമുക്കറിയാം അത് നമ്മിലൂടെ ഒഴുകാൻ തുടങ്ങും, നമ്മിലൂടെ വെളിപ്പെടാൻ തുടങ്ങും. ലോകം അത് കാണും, ഈ തലമുറ അത് കാണും. മനസ്സാന്തരം ഉണ്ടാകും, ഡെലിവറൻസ് ഉണ്ടാകും, ആത്മാവിൻ്റെ പകർച്ചയുണ്ടാകും. നിറയാതെ എങ്ങനെ ഒഴുകുക സഹോദരങ്ങൾ? ഇപ്പം നമ്മൾ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ അത് വേർത്ത് പോകും, അല്ലെങ്കിൽ അത് മൂത്രമൊഴിച്ച് പോകുന്നു, അത് പുറത്തേക്ക് പോകും. ഇതുപോലെ നമ്മൾ ആത്മാവിനെ പാനം ചെയ്യുമ്പോൾ ഈ ആത്മാവ് നമ്മിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. അത്ഭുതമായി, മനസാന്തരമായി, കൃപയായി, ശക്തിയായി, ഡെലിവറൻസായി, വ്യത്യസ്ത രൂപികളായി അത് ജനഹൃദയങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങും. നമുക്കിത് പ്രാപിക്കണ്ടേ? ആത്മനിറവുണ്ടാകണ്ടേ? ആത്മാവിൽ നയിക്കപ്പെടണ്ടേ? ആത്മശക്തിയിൽ ജീവിക്കണ്ടേ? എൻ്റെ സഹോദരങ്ങളെ, അതിനുവേണ്ടി വില കൊടുക്കാം, ജീവിതത്തെ ക്രമപ്പെടുത്താം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, കണ്ണുനീരൊഴുക്കാം, നിലവിളിക്കാം. അതിനുള്ള സമയമാണിത്. സങ്കീർത്തനം 62 നാം കാണുന്നുണ്ട്, 11-ാമത്തെ വചനത്തിൽ ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, 2 പ്രാവശ്യം ഞാനത് കേട്ടു. ശക്തി ദൈവത്തിൻ്റെതാണ്, ശക്തി ദൈവത്തിൻ്റെതാണ്, നമ്മുടേതല്ല. ഈ ശക്തി നമ്മുടേതല്ല, ശക്തി ദൈവത്തിൻ്റെതാണ്. ഈ ശക്തി ദൈവത്തിൻ്റെതാണ്. അത് ഈ മൺകൂടാരത്തിലേക്ക് അവൻ പകരും. അതിനുവേണ്ടി നിലവിളിക്കുക, ദാഹിക്കുക, ചോദിക്കുക, നിരന്തരമായി ചോദിക്കുക. കർത്താവേ, ഈ ശക്തിയുടെ അനുഭവത്തിന് വേണ്ടി, ഈ ആത്മനിറവിന് വേണ്ടി നിരന്തരമായി ചോദിക്കുക. ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മ ലഭിക്കും. ലൂക്ക 11:13 വചനം പറയുന്നു, എത്രയധികമായി. ഈ പെന്തക്കോസ്ത് തിരുനാൾ അതിനായി നമ്മെ സഹായിക്കട്ടെ. ഒരുക്കത്തോടെ, കൃപയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിത വ്യഗ്രതകളൊക്കെ മാറ്റിവെച്ച് ഇനിയുള്ള ദിനങ്ങൾ പ്രാർത്ഥിക്കുവാൻ, കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിക്കുവാൻ, കൂടുതലായി ഉപവസിക്കുവാൻ, ആത്മനിറവും ആത്മശക്തിയും പ്രാപിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ജീവിതത്തെ അതിനായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും കുടുംബങ്ങളെയും തലമുറകളെയും നമ്മുടെ മിനിസ്ട്രികളെയും സമൂഹങ്ങളെല്ലാം കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുകയും നിരന്തരം നമ്മെ പരിപാലിക്കുകയും ചെയ്യട്ടെ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്.